ആദ്യം ആർഷോയിലേക്ക് പോകുന്നു. ആർഷോ, കെ ടി ജലീലിന്റെ ആരോപണങ്ങളെ CPM ഏറ്റെടുക്കുന്നുണ്ടോ? വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ആരോപണങ്ങളാണ് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ശ്രീ കെ ടി ജലീൽ മാധ്യമങ്ങൾ വഴിയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും പൊതുസമൂഹത്തിൻ്റെ മുൻപിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഗൗരവ സ്വഭാവത്തിലുള്ള ചർച്ച തന്നെ പൊതുസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തുടർച്ചയിലാണല്ലോ ഇന്നിപ്പോൾ ഈ പ്രൈം ടൈമിൽ റിപ്പോർട്ടർ ചാനൽ ഈ വിഷയം നിങ്ങളുടെ ചർച്ചയ്ക്ക് എടുക്കുന്നതിന് വേണ്ടി തന്നെ കാരണമായിട്ടുള്ളത്. വളരെ ഗൗരവ സ്വഭാവത്തിൽ ഇപ്പോൾ PK ഫിറോസ് എന്ന് പറയുന്ന പൊതുപ്രവർത്തകനുമായി ബന്ധപ്പെട്ട് ഇതാദ്യമായല്ല സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പൊതുമധ്യത്തിലേക്ക് എത്തുന്നത്. ഇതിനു മുൻപ് അദ്ദേഹം ഭാരവാഹിയായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ യൂത്ത് ലീഗിൻ്റെ സംഘടനാടിസ്ഥാനത്തിൽ സമാഹരിച്ച വിവിധ സാമ്പത്തിക സമാഹരണങ്ങളുമായി ബന്ധപ്പെട്ട് അത് വകമാറ്റി ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് അപഹരിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി ആരോപണങ്ങൾ പൊതുസമൂഹത്തിന് മുൻപിലുണ്ട്. ആരോപണങ്ങളിൽ പലതും ബഹുമാനപ്പെട്ട കോടതികളുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കത്വ ഫണ്ട് തിരിമറി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിലവിൽ കുന്നമംഗലം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന വിഷയമാണ്. അപ്പോൾ ആ നിലയിലുള്ള തുടർച്ചയായി സാമ്പത്തിക ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ള വിവരങ്ങൾ നമ്മുടെയൊക്കെ മുൻപിലുണ്ടല്ലോ. എത്ര ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. ഇപ്പോൾ പൊതുപ്രവർത്തകർക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി പാടുമോ എന്ന ചോദ്യത്തിന് ബിസിനസ് ചെയ്യുന്ന പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് പൊതുസമൂഹത്തിനകത്ത് ഉണ്ടാകും. വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പൊതുപ്രവർത്തകരുണ്ടാകും. പക്ഷേ ആ നിലയിലല്ലല്ലോ ഇപ്പോൾ ഫിറോസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വസ്തുതകൾ. ഇദ്ദേഹം തന്നെ ഈ കഴിഞ്ഞ നാളുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആസ്തി വിവരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ഡോക്യുമെൻറ്റുകളും തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റ് ഉൾപ്പെടെയുള്ളവ നമ്മുടെ മുൻപിലുണ്ട്. അവിടെ നിന്നും വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് ഏത് നിലയിലാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുള്ളത് എന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് വിവിധ രാജ്യങ്ങൾക്കകത്ത് ബിസിനസ്സുകളുണ്ട്, ബിസിനസ് പാർട്ട്ണർഷിപ്പുകളുണ്ട് എന്നുൾപ്പെടെ അദ്ദേഹം ഇന്ന് മാധ്യമ സ്ഥാപനങ്ങളുടെ മുൻപിൽ, ഇന്ന് മാധ്യമപ്രവർത്തകരുടെ മുൻപിൽ വിശദീകരിക്കാൻ പ്രയാസപ്പെടുന്നത് കണ്ടു. അങ്ങനെ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പണം എവിടെ നിന്ന് എന്നുള്ളത് ഉൾപ്പെടെ പൊതുസമൂഹത്തിന് മുൻപിൽ വ്യക്തമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറാകേണ്ടതായിട്ടുണ്ട്. അതിന് തയ്യാറാകുന്നില്ല. ഏറ്റവും ഒടുവിൽ ജലീൽ സൂചിപ്പിച്ച അദ്ദേഹം ഇന്ന് പറയുന്ന, ഞാനവിടെ ഈ പറഞ്ഞ പോലെ ദുബായി ബേസ് ചെയ്തിട്ടുള്ള സ്ഥാപനത്തിലെ പാർട്ട്ണറൊന്നുമല്ല, ഞാനതിൻ്റെ ഡയറക്ടറൊന്നുമല്ല, ഞാൻ അവിടുത്തെ ഒരു എന്താ പറയുക പാർട്ട് ടൈം ജോലിക്കാരൻ മാത്രമാണ് എന്നാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളുടെ മുൻപിലേക്ക് പറഞ്ഞത്. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ വലിയ ദുരൂഹത അതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് ഇത് കാണുന്ന ഏതൊരു മനുഷ്യർക്കും ബോധ്യപ്പെടുന്ന ഒന്നാണ്. ഇപ്പോൾ ദുബായിൽ ഈ പറഞ്ഞ സാധ്യമാകുന്ന ഇടങ്ങളിൽ മുഴുവൻ അന്വേഷണം നടത്തുമ്പോൾ അത്തരത്തിലൊരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നതായി ആർക്കും തന്നെ അറിയില്ല. അത്തരത്തിലൊരു സ്ഥാപനം പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടം അവിടെ എവിടെയെങ്കിലും ഉള്ളതായിട്ട് അറിയില്ല. അത്തരത്തിലൊരു സ്ഥാപനത്തിൻ്റെ ബോർഡ് പോലും ആ രാജ്യത്ത് ഇല്ലാത്തൊരു നില. ആ സ്ഥാപനം തന്നെ എന്താ പറയുക സവിശേഷമായ സാധ്യതകളാണ്. ഒരു ബിസിനസ് സ്ഥാപനം 3 ആളുകൾ മാത്രം, 3 മാനേജർമാർ മാത്രമുള്ള ഒരു ബിസിനസ് സ്ഥാപനം. ആ 3 മാനേജർമാരിൽ ഒരാൾ ഈ പറഞ്ഞ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി കേരളത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന PK ഫിറോസ് ആകുന്നു. അദ്ദേഹത്തിന് മാസാമാസം 5.5 ലക്ഷം രൂപ ഇതുമായി ബന്ധപ്പെട്ട് തൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഗൗരവപ്പെട്ട വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ജോബ് വിസ ഉൾപ്പെടെയുള്ളതിൻ്റെ ഡീറ്റെയിലുകൾ പുറത്തേക്ക് വരുമ്പോൾ അതിനെ നിഷേധിക്കുന്നതിന് അദ്ദേഹത്തിന് ആർജവമില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസ് മീറ്റ് കാണുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും. എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ കമ്പനിയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ യാതൊന്നും ഭയക്കാനില്ല എങ്കിൽ, യാതൊന്നും ഒളിക്കാനില്ല എങ്കിൽ സ്വാഭാവികമായും ആ കമ്പനിയുടെ മറ്റ് വിശദാംശങ്ങൾ പുറത്തേക്ക് വിടുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം തയ്യാറാകണം. അത് വിടുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പം അദ്ദേഹം പറയുന്നത് പോലെ ഒരു പാർട്ട് ടൈം ജീവനക്കാരൻ മാസം 5.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ് എന്നുള്ളത്. വലിയ തോതിൽ തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നമ്മുടെ രാജ്യത്തെ യുവത തൊഴിൽ ലഭ്യം അവരുടെ ആർജിച്ചെടുക്കുന്ന വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസൃതമായി നിലനിൽക്കുമ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള സാധ്യതകൾ
അപ്പൊ അതിന്റെ ഡോക്യുമെന്റ് ഉണ്ടല്ലോ. ഡോക്യുമെന്റ് പ്രകാരം 22,000 ദർഹം അദ്ദേഹത്തിന് സാലറിയായി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ കമ്പനിയുടെ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നുള്ള വിവരം. ഇപ്പൊ അദ്ദേഹം നിഷേധിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ കമ്പനി തെറ്റായി അവിടുത്തെ ഭരണകൂടത്തെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരുമെന്നുള്ളതും സ്വാഭാവികമാണ്. ഇങ്ങനെ ഇവിടെ അങ്ങനെ ഒരു പേപ്പർ കമ്പനി ഉണ്ട്, കമ്പനിയുടെ വെബ്സൈറ്റ് ഉണ്ട് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ആ കമ്പനിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ ആ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടവുമായി ബന്ധപ്പെട്ടോ ആ കമ്പനിക്കകത്ത് 3 മാനേജർമാരല്ലാതെ 4മതൊരു സ്റ്റാഫുമായി ബന്ധപ്പെട്ടോ ഒരു അറ്റൻഡറുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വെറുതെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനുമായി ബന്ധപ്പെട്ടോ അടക്കമുള്ള ഒരു വിവരവും ലഭ്യമല്ല. ഇപ്പോൾ എല്ലാ കമ്പനികളും കെട്ടിടത്തോടുകൂടി പ്രവർത്തിക്കുന്ന കമ്പനികളാണോ ഈ പുതിയ കാലത്ത്? സ്വാഭാവികമായും അങ്ങനെയെങ്കിൽ ഇദ്ദേഹം എന്താണ് ആ കമ്പനിയുടെ മറ്റു വിശദാംശങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ച് പുറത്തേക്ക് വിടാൻ വേണ്ടി തയ്യാറാകണം. എന്തിന് ജലീലിനോട് പറയണം എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ഈ വിഷയം ഏറ്റെടുത്ത് നിങ്ങളുടേതായ ഒരു ചോദ്യമായി, നിങ്ങളൊരു ആരോപണമായി ഉയർത്തിയിരുന്നെങ്കിൽ ഇവിടുത്തെ ഭരണപക്ഷം ഉന്നയിക്കുന്ന ഒരു വലിയ വിഷയമായി മാറും. ഇതിൽ ജലീലിന് ഒരു പ്രതികാരവാഞ്ചയുണ്ട്. ജലീലും ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം നമ്മുടെ മുന്നിലുണ്ടല്ലോ. ആ പ്രശ്നം എന്നുള്ളത് എത്ര വർഷം മുമ്പുള്ള പ്രശ്നമാണ്? ജലീലിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത് എങ്ങനെയാണ്? ആ കേസിലേക്ക് എങ്ങനെയാണ് എത്തിയത്? എങ്ങനെയാണ് ലോകായുക്തയിൽ എത്തിയത്? ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതൊരു പ്രതികാരവാഞ്ചയിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങളാണോ എന്ന് സ്വാഭാവികമായും സംശയിക്കാം. താങ്കൾ ഈ പറഞ്ഞതുപോലെ പൊതുജനം സംസാരിക്കുമ്പോൾ അതുകൂടി സംസാരിക്കും. നിങ്ങൾ ആ വിഷയം ഏറ്റെടുക്കുകയാണെങ്കിൽ അതിന്റെ ഗൗരവം മറ്റൊരു രൂപത്തിലാകും. CPM ഏറ്റെടുക്കുന്നുണ്ടോ? സ്മൃതി, അതിനകത്ത് ഈ ഇന്നലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് MV ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം റിപ്പോർട്ടർ ചാനൽ തന്നെ വാർത്തയായി കൊടുത്തത് എൻ്റെ ശ്രദ്ധയിലുണ്ട്. അപ്പോൾ സ്വാഭാവികം ഇപ്പോൾ ഇന്ന് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഉൾപ്പെടെ CPM-ന്റെ പ്രതിനിധിയായി CPM അലോട്ട് ചെയ്ത് അയച്ചതിൻ്റെ ഭാഗമായിട്ടാണല്ലോ. അപ്പം അതിനപ്പുറത്തേക്ക് കേരളം പോലൊരു സംസ്ഥാനത്തിനകത്ത് വലിയ ഈ പറഞ്ഞ പോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ നേതാക്കളൊക്കെ തമ്മിലുള്ള ആശയ സംവാദങ്ങൾ അല്ലെങ്കിൽ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്ന ഒരു സംസ്ഥാനത്തിനകത്ത് ഒരു രാഷ്ട്രീയ നേതാവ് KT ജലീൽ എന്ന് പറയുന്ന ഒരു MLA അദ്ദേഹത്തിനെതിരെ നേരത്തെ ഫിറോസ് ഒരു ആരോപണം ഉയർത്തി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം തിരിച്ച് ഒരു ആരോപണങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിട്ടു എന്നുള്ളത് കൊണ്ട് ഇതെങ്ങനെയാണ് വ്യക്തിപരമാകുന്നത്? ഇത് വ്യക്തിപരമല്ലല്ലോ, ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണമല്ലേ? ഇപ്പോൾ നേരത്തെ ഫിറോസ് KT ജലീലിനെതിരെ ഫിറോസ് ഒരു ആരോപണം ഉന്നയിച്ചു എന്നുള്ളത് കൊണ്ട് അത് വ്യക്തിപരമായി കാലങ്ങളോളം കാത്തിരുന്ന് ഈ പറഞ്ഞ പോലെ തിരിച്ചടിക്കുക, ഇതൊക്കെ ഇത് സിനിമയും കഥാപാത്രങ്ങളൊന്നും അല്ലല്ലോ. സംഭവിക്കുന്നു. ഫേസ്ബുക്കിലൂടെ ആയിരുന്നു യുദ്ധം. ഇന്നാണല്ലോ വാർത്താ സമ്മേളനത്തിലേക്ക് എത്തിയത്. ഇന്നാണോ രണ്ടുപേരും വാർത്താ സമ്മേളനം നടത്തിയത്. അതുവരെയും ഫേസ്ബുക്കിലൂടെ ആരോപണ പ്രത്യാരോപണങ്ങളായിരുന്നു, വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു, ഒളിവിൽ നിന്ന് പുറത്തേക്ക് വരാനൊക്കെ പറഞ്ഞു. അപ്പോൾ PK ഫിറോസ് ഇവിടെ ഉണ്ടായിരുന്നില്ല, വിദേശത്തായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം എത്തി വാർത്താ സമ്മേളനം നടത്തി. നമുക്ക് നോക്കാം ലീഗിന് എന്താണ് പറയാനുള്ളത്. ശ്രീ ഷാഫി ചാലിയം. അല്ല സ്മൃതി, അത് തെറ്റാണ്. ഇന്നല്ല, ദിവസങ്ങൾക്ക് മുൻപ് KT ജലീൽ മാധ്യമ സമ്മേളനം വിളിച്ച് ഈ വിഷയങ്ങൾ സൂചിപ്പിച്ചിരുന്നു. റിപ്പോർട്ടർ ഉൾപ്പെടെ ഇത് ലൈവായി കവർ ചെയ്തിരുന്നു. ഇന്നല്ല KT ജലീൽ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് വാർത്താ സമ്മേളനം വിളിക്കുന്നത്. ശരി, ഷാഫി ചാലിയം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.